ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറും 4 ചേരുവകൾ മാത്രം ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന എഗ്ഗ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഒരു ബൗളിൽ 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു ബീറ്റർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3/4 ഗ്ലാസ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ വനില എസൻസ് കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് മുട്ടയെല്ലാം കണ്ടോ നന്നായിട്ട് തന്നെ പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി ഇതിലോട്ട് 1 ഗ്ലാസ് മൈദ ചേർത്ത് കൊടുക്കാം. ഇത് ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് ഒരു സ്പാച്ചുല ഉപയോഗിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതിലേക്ക് പാലൊന്നും ഒഴിക്കുന്നില്ല. വെറും 4 ചേരുവകൾ മാത്രമേ ഈ ഒരു സ്പോഞ്ചി ആയിട്ടുള്ള എഗ്ഗ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. ഇപ്പോൾ ഇത് കേക്കിൻ്റെ ബാറ്റർ നല്ല പെർഫെക്റ്റ് ആയി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല തിക്നെസ്സോടെ തന്നെ ഇരിക്കണം. ഞാനിവിടെ ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. ഇതിൽ നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോയിക്കോളും. കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പഴയ കടായി 10 മിനിറ്റ് ഒന്ന് ഫ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കേക്ക് ടിൻ ഇതിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. ശേഷം ഇത് അടയ്ക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 30 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഇതാ 30 മിനിറ്റിന് ശേഷം നമ്മുടെ എഗ്ഗ് കേക്ക് ഇതാ നല്ല പെർഫെക്റ്റ് ആയി തന്നെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊക്കെ നന്നായി പോയതിന് ശേഷം ഇത് ഒരു പ്ലേറ്റിലോട്ട് കമഴ്ത്തി നോക്കാവുന്നതാണ്. ഇനി ഒരു ബട്ടർ പേപ്പർ ഒഴിവാക്കാവുന്നതാണ്. നോക്കി എന്തോരം സ്പോഞ്ച് പോലെ ഇരിക്കുന്നത്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ്ഗ് കേക്കാണ് ഇത്. നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. നോക്കി എന്തോരം സ്പോഞ്ചി ആയിട്ട് ഇരിക്കുന്നത്. എന്തൊരു ടേസ്റ്റാണെന്നറിയാം ഇത് കഴിക്കാൻ. എത്ര കഴിച്ചാലും മതി വരില്ല. നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന കേക്ക് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി എഗ്ഗ് കേക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.